ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്നത് ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിലെ കുറച്ച് റിസർച്ചേഴ്സ് ആണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് നിഗ്മോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയൽസ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചേഴ്സ് ആണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡിയിലൂടെ അവർ പറയുന്നത്, നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിലേക്ക് സെറ്റിൽമെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യ ജീവിതം സാധ്യമാക്കാൻ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ റിസർച്ചിന് ഒരു വളരെയധികം വലിയൊരു സ്ഥാനമുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള മുമ്പ് പല ചാന്ദ്ര ദൗത്യങ്ങളും ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാങ് ഇ എന്ന് പറയുന്ന ചന്ദ്ര ദൗത്യം, അല്ല അപ്പോളോ തുടങ്ങിയ അത്തരത്തിലുള്ള ഈ ദൗത്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ലൂണാർ റിഗോലിത്തിന്റെ സാമ്പിൾസ് ആണ് സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റഡിക്ക് വേണ്ടി ചാങ് ഇ 5 എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഒരു ചാന്ദ്ര ദൗത്യമാണ് ചൈനയുടെ. അവരുടെ ആ മിഷനിൽ കൊണ്ടുവന്ന സാമ്പിൾസ്, അതായത് ചന്ദ്രനിലെ സോയിലിൽ നിന്നാണ് അവർ ജലം എങ്ങനെ ഉത്പാദിപ്പിക്കാവുന്ന രീതിയിലാണ് സ്റ്റഡി നടത്തിയത്. അതായത് പ്രത്യേക രീതിയിൽ അവർ ഇതിനെ ചൂടാക്കിയാണ് ചെയ്തേക്കുന്നത്. 1200 കെൽവിന് മുകളിലേക്ക് ഇത്